നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിഫ്റ്റി 50യുടെ ടെക്നിക്കൽ അനാലിസിസ് വഴി നമ്മൾ മാർക്കറ്റ് അടുത്ത വീക്കിൽ അല്ലെങ്കിൽ മുമ്പോട്ട് ഏതൊരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാനുള്ള ആണ് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി എന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാർക്കറ്റിൽ മുമ്പോട്ട് വരുന്ന ദിവസങ്ങളിൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഓരോ ദിവസങ്ങളിലും വരുന്ന ന്യൂസസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നും കൂടെ ക്ലബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യമേ 1 മന്ത് ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ കാണിക്കുന്നത് നിഫ്റ്റി 50 എന്ന ഇൻഡെക്സിൻ്റെ ഒരു മാസത്തെ, അതായത് ഏപ്രിൽ മാസത്തെ പ്രൈസിലുണ്ടായ വേരിയേഷനാണ്. ലാസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 17,102 എന്ന പോയിന്റിലാണ്. മാർക്കറ്റ് 18,000 വരെ പോയിട്ടുണ്ട് ഈ മാസം. അതുപോലെ തന്നെ 16,900 വരെയും വന്നിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 17,102ലാണ്. അപ്പം ഈ ഒരു ഏപ്രിൽ മാസത്തെ ഈ ഒരു ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത് മാർക്കറ്റിൽ ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ് തന്നെയാണ്. മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ട്രൈ ചെയ്തു, പക്ഷേ താഴോട്ട് സെല്ലിംഗ് പ്രഷർ വെച്ച് താഴോട്ട് വന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു സെല്ലിംഗ് പ്രഷർ മുമ്പോട്ടും ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു ടോട്ടൽ റേഞ്ച് 2021 ജൂലൈ മാസം തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു റീജിയനിൽ ജൂലൈ തൊട്ട് ഇപ്പം ഏപ്രിൽ വരെ 2022 ഏപ്രിൽ വരെ നോക്കുകയാണെങ്കിൽ ഈ ഒരു 18,600നും അതുപോലെ തന്നെ 16,000 റീജിയനും ഇടയ്ക്കാണ് മാർക്കറ്റ് ഇങ്ങനെ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് തരുന്നത്. അപ്പം ഈ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് ഒരുപക്ഷെ മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് വരാം. അപ്പോൾ മുകളിലേക്കാണ് ബ്രേക്ക് ഔട്ട് വരുന്നതെങ്കിൽ വീണ്ടും നമുക്ക് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് വീണ്ടും ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതല്ല, താഴോട്ടാണ് ബ്രേക്ക് ഔട്ട് വരുന്നതെങ്കിൽ പിന്നെ നമ്മൾ താഴോട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ മാർക്കറ്റ് ഒരു സൈഡ് വേസിൽ തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ 1 വീക്ക് ക്യാൻഡിൽസ്റ്റിക്കിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിരുന്നു മാർക്കറ്റ് താഴോട്ട് തന്നെ ഒരു മൂവ്മെൻറ്റ് തരാനാണ് പോസിബിലിറ്റി. മന്ത്ലി, വീക്കിലി, ഡെയിലിയിൽ നമുക്കൊരു നെഗറ്റീവ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തത്. അതുപോലെ തന്നെ മാർക്കറ്റ് താഴോട്ടൊരു മൂവ്മെൻ്റ് ആണ് തന്നത്. അപ്പം ലാസ്റ്റ് വീക്കിൽ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ക്യാൻഡിലും, അതായത് താഴെ തന്നെ ക്ലോസ് ചെയ്ത് അതിനുശേഷം കുറച്ചും കൂടെ മുകളിലേക്ക് പോകാൻ നോക്കി, അത് കഴിഞ്ഞിട്ടും സെല്ലിംഗ് പ്രഷറുള്ള ഒരു താഴോട്ട് തന്നെയാണ് ഒരു മൂവ്മെൻറ്റ് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിലും ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു ക്യാൻഡിലും. അപ്പോൾ നമുക്ക് മന്ത്ലിയിലും വീക്കിലിയിലും ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് കൂടെ ഒന്ന് പോകാം. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ ഈ ഒരു ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാൻഡിൽ ഒരു വലിയൊരു ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് അതിന് മുമ്പുള്ള ക്യാൻഡിലിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തൊരു ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെയിലിയിലും നമുക്കൊരു താഴോട്ട് തന്നെ ഒരു മൂവ്മെൻ്റ് ആണ് നമ്മൾ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു റീജിയൻ ഇനി താഴോട്ട് പോരുവാണെങ്കിൽ ഈ ഒരു റീജിയൻ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് 16,900 റീജിയൻ. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച 16,900 എന്ന സപ്പോർട്ട് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച മൺഡേയിൽ 16,900 വരെ വന്നിട്ട് ഒരു ചെറിയ അപ്സൈഡ് മൊമെൻറ്റം തന്നു. വീണ്ടും താഴോട്ട് പോരാനാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം ഈ ഒരു റീജിയൻ 16,900 ബ്രേക്ക് ചെയ്ത് ഡെയിലി ക്യാൻഡിൽ ക്ലോസിങ് തരികയാണെങ്കിൽ പിന്നെ നമ്മൾ താഴോട്ടൊരു മൂവ്മെൻറ്റും കൂടെ എക്സ്പെക്റ്റ് ചെയ്യണം. താഴോട്ടുള്ള നെക്സ്റ്റ് സപ്പോർട്ട് റീജിയൻ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നത് 16,450 16,500 റീജിയനാണ് ഈ ഒരു റീജിയൻ. അപ്പം അതിന് താഴോട്ടൊക്കെ ഒരാഴ്ച ഇനിയും താഴോട്ടൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യണമെങ്കിൽ വലിയ ബിയറിഷ് ന്യൂസസൊക്കെ മാർക്കറ്റിൽ ഉണ്ടാകണം, ബിയറിഷ് സെൻറ്റിമെൻറ്റ് ഉണ്ടാകണം, എങ്കിൽ മാത്രമേ താഴോട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. അപ്പം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസാണ് നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ നിങ്ങൾ എൻട്രി എടുത്ത സ്റ്റോക്കുകളിൽ ഇങ്ങനെയുള്ള സപ്പോർട്ട് റീജിയൻസിലൊക്കെ നിങ്ങൾക്ക് ആ സ്റ്റോക്കുകളിലും കുറച്ച് എമൗണ്ട് ആഡ് ചെയ്ത് എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ പുതിയ മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ എൻട്രി എടുക്കാൻ നല്ല ഓപ്പർച്യൂണിറ്റീസാണ് ഈ 16,500 അല്ലെങ്കിൽ 16 റീജിയൻ. ഇങ്ങനെയുള്ള റീജിയൻസൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. അതല്ല, മാർക്കറ്റ് ഇനി അപ്സൈഡ് മൂവ്മെൻറ്റാണ് തരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റീജിയൻ നല്ലൊരു സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ ഇത് സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തൊരു റീജിയനാണ് 17,600 റീജിയൻ. അപ്പോൾ ഏകദേശം ആ ഒരു റീജിയനും നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അവിടെ നിന്ന് അതൊരു ബ്രേക്കൗട്ട് തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്സൈഡ് മൊമെൻറ്റം ഒരുപക്ഷെ 18,150 വരെ എത്തി നിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് മാർക്കറ്റിൻ്റെ ഈ ഒരു ഹൈ. അപ്പം അതിന് മേളിൽ നമുക്ക് ഈ 18,300 അതുപോലെ തന്നെ 18,600 എന്ന റെസിസ്റ്റൻസ് റീജിയൻസും ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു
സപ്പോർട്ട് റീജിയൻസും റെസിസ്റ്റൻസ് റീജിയൻസും ഒക്കെ നിങ്ങളുടെ ചാർട്ടിലും സെറോദയുടെ പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കി ഡ്രോ ചെയ്യുക. ഇവിടെ ഡ്രോ ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു ടൂൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സപ്പോർട്ട്, റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഡ്രോ ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ മാർക്കറ്റിൽ ഏതൊരു സ്റ്റോക്ക് കണ്ടാലും നിങ്ങൾക്ക് ചാർട്ട് അനാലിസിസ് ചെയ്യാനും ഇനി ഏതൊരു ഡയറക്ഷനിലാണ് പോകാനുള്ള പോസിബിലിറ്റി നോക്കി നിങ്ങൾക്ക് എൻട്രീസ് എടുക്കാനും സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇതൊക്കെ ടെക്നിക്കൽ അനാലിസിസ് എപ്പോഴും കൃത്യമായിട്ട് കിട്ടണമെന്നില്ല, എങ്കിലും നമുക്കൊരു 70%, 80% വരെ ആക്യുറസി നമുക്ക് പലപ്പോഴും കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നല്ലൊരു ആക്യുറസി തന്നെയാണ്, അത്രയും 70, 80 ഒക്കെ കിട്ടുകയാണെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്സ്റ്റോക്സ്, സെറോദ ഈ ഒരു 2 ബ്രോക്കേഴ്സാണ് ഏറ്റവും ടോപ്പ് ബ്രോക്കേഴ്സ്, ഏറ്റവും നമ്പർ 1, ഏറ്റവും ആക്റ്റീവ് ക്ലയൻറ്റ്സ് ഉള്ള ബ്രോക്കേഴ്സ്. അപ്പം അവരുടെ ട്രേഡിംഗ് ചാർജസ് ഒക്കെ വളരെ കുറവാണ്, ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് GTT ഓർഡർ എന്ന ഫെസിലിറ്റിയൊക്കെ സെറോദയിലും അപ്സ്റ്റോക്സിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ 2 ബ്രോക്കേഴ്സ് നിങ്ങൾക്ക് ഒരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള വീഡിയോ അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് എല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ട്യൂട്ടോറിയൽ വീഡിയോസ് നമ്മുടെ നോർമലായിട്ടൊരു പാർട്ട് ടൈമായിട്ട് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഉള്ള എല്ലാ ട്യൂട്ടോറിയൽ വീഡിയോസും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.